ഹായ്, നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയാണോ? ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് എനിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതെൻ്റെ കയ്യിലെ തെറ്റാണ് കേട്ടോ. ഒരുപാട് പേര് വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചു, ചേച്ചി പിന്നെ ഞങ്ങളിത് എന്ത് ചെയ്യണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ, പച്ചക്കർപ്പൂരവും തുളസിയിലയും കോയിനും ഒക്കെ വെച്ചിട്ട് ഉള്ള ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി മാറാനായിട്ട് നമ്മൾ രാത്രിയിൽ റൂമിൽ ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ മെയിൻ ഹോളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പം നാരങ്ങ വേണം അതിൻ്റെ അകത്ത് മെയിനായിട്ടെന്ന്. അപ്പോൾ 21 ദിവസം ചെയ്യാനായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ 21 ദിവസത്തിന് ശേഷം ഞങ്ങളിത് കോയിൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയാനും വിട്ടുപോയി. ഈ കോയിൻ ഒന്നെങ്കിൽ 21 ദിവസത്തിന് ശേഷം നിങ്ങൾ എവിടെയാണോ പള്ളിയിലായാലും അമ്പലത്തിലായാലും നിങ്ങൾ പോകുന്നത് അവിടെ കാണിക്ക വഞ്ചിയിലിടുക. അതല്ല എങ്കിൽ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് പോകാനാണെങ്കിൽ ആ കോയിൻ അവിടെ തന്നെ കിടന്നാൽ മതി കേട്ടോ. ഇപ്പോൾ എല്ലാവരുടെ സംശയം നീങ്ങിയെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാനായിട്ട് വന്നത്, നമ്മുടെ മേടം 10-ാം ഉദയമാണ് അടുത്ത ദിവസം വരുന്നത്. ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല വരാനായിട്ട്. അപ്പോൾ അന്നത്തെ നാളെന്ന് പറയുമ്പോൾ പുണർദം മേടം 10-ാം ഉദയത്തിൻ്റെ ഡേറ്റിൽ പെടുന്നുണ്ട്. ആ ഒപ്പം തന്നെ പൂയവും കണക്ക് കൂട്ടുന്നവരുണ്ട്. ഇത് രണ്ടും കാരണം എന്നാന്ന് ചോദിച്ചാൽ, മേടമാസം 2-ാം തീയതി ആയിരുന്നു വിഷു വരുന്നത്. മേടം 1-നാണെങ്കിൽ കറക്റ്റായിട്ടും ആ 10-ാം ഉദയം വരുന്ന പുണർദം നാളിലാണ്. അപ്പം മേടം 2 വന്നപ്പം പൂയം നാളിലും 10-ാം ഉദയം കണക്ക് കൂട്ടുവാണ്. അപ്പം ഈ പുണർദം നാളാണെങ്കിലും നിങ്ങൾ എടുക്കുന്നെങ്കിലും പൂയമാണെങ്കിലും എടുക്കുന്നത്, ഇതിലേത് നാളാണെങ്കിലും നമ്മൾ നോക്കിയപ്പോൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അന്നത്തെ നാളിൻ്റെ അന്ന് നിങ്ങളുടെ ഒരു കാര്യങ്ങളും നടക്കാതെ വരുന്നുണ്ടോ? മെയിനായിട്ടും കല്യാണവും വസ്തുവിൽപ്പനയും നടക്കുന്നില്ലേ? അതല്ലെങ്കിൽ നമ്മൾ കൊടുത്ത കാശോ സ്വർണമോ തിരിച്ച് കിട്ടുന്നില്ല എങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക. കാരണം അത് അവർക്ക് തിരിച്ച് തന്നേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവർക്കൊരു മനസമാധാനമായിട്ടൊരു മരണമോ അല്ലെ മനസമാധാനമായിട്ടൊന്ന് ഇരിക്കാനോ പോലും പറ്റത്തില്ല. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഞാനത് നിങ്ങളോട് പറഞ്ഞുതരാം. നിങ്ങൾ ആ രീതിയിൽ തന്നെ മറ്റ് വിട്ടുവീഴ്ചകളൊന്നും ചെയ്യേണ്ട. നമുക്ക് നമ്മുടെ കാര്യം നോക്കുക എന്നുള്ളത് മാത്രമേ ഇതിൻ്റെ അകത്ത് ഞാൻ പറയത്തുള്ളൂ. കാരണം എനിക്ക് ഒരുപാട് വിഷമമാണ്. ഒരുപാട് ആൾക്കാർ, നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു ചെറിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്ന നമ്പറാണ്. അതിൻ്റെ അകത്തോട്ട് ഓർഡറിനല്ല എനിക്ക് വിളി വരുന്നത്. ഓരോ പ്രശ്നങ്ങളും ഓരോരുത്തരുടെ പ്രശ്നങ്ങളും കേട്ട് 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 രാത്രിയിൽ 1 മണിക്ക് പോലും എനിക്ക് കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ചില സമയത്ത് ഞാൻ വരെ കരഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ കയ്യിലിരുന്നത് കൊടുത്തേച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് ചോദിക്കുമ്പോഴത്തേനും പ്രശ്നമായി, വീട് കയറി തല്ലലായി, കുത്തായി, കൊലയായി, കൊലപാതകമായി. അവർ വാടക വീട്ടിൽ കിടക്കുന്നവർ ഒരുപാട് പേര് വിശ്വസിച്ച് പ്രമാണം പണയം വെച്ച് കാശ് കൊടുത്തിട്ട് ജപ്തി ഭീഷണി നേരിടുന്നവർ, അതുപോലെ തന്നെ വെറുതെ ഇരുന്നുകൊണ്ട് ആരോടൊരു വൈരാഗ്യമോ അല്ലെ കുശുമ്പോ കുന്നായ്മത്തരോ ഉണ്ട് അവരുടെ കല്യാണം മുടക്കിക്കളെ വരുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മൾ എത്രയൊക്കെയാന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഈ ലോകം വിട്ടുപോയാലും നമ്മുടെ ആത്മാവിനൊരു മോക്ഷം കിട്ടണേൽ നമ്മൾ മേടിച്ച സാധനം തിരിച്ചു കൊടുക്കണം. അതല്ലെങ്കിലുണ്ടല്ലോ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കത്തേ ഉള്ളൂ. അല്ല, ഒരിക്കലും ഒരു മോശം കിട്ടത്തുമില്ല. ഒരു കാലത്തും അവരുടെ പരമ്പര പോലും ഗതി പിടിക്കാനും പോകുന്നില്ല. ഞാൻ വീഡിയോയിലിരുന്ന് പ്രാകുന്നതല്ല കേട്ടോ. കാരണം ഓരോരുത്തരുടെ വിഷമവും ബുദ്ധിമുട്ടും പ്രയാസവും കൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നതാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് മാന്യമായിട്ടൊരു 2-3 തവണയും കൂടെ ചോദിക്കുക. അവർ പറയുന്ന അവധി 2-3 തവണയും കൂടെ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുക. ഇതില്ല അവർ തരാൻ ഭാവമില്ല. അവർക്ക് എന്തെങ്കിലും വീടോ വസ്തുവകകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൊടുത്തിട്ട് വായ്പ മേടിച്ച സാധനം നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ നോക്കുക. വെറുതെ അവരുടെ കുടുംബത്തൊരു പ്രശ്നം ഉണ്ടാക്കാനും ഒരു കുടുംബകലഹത്തിനും അവരുടെ കണ്ണുനീര് വീഴാനും ഒന്നും ഇടയാക്കല്ലേ. ദൈവത്തെ ഓർത്ത് നിങ്ങളത് എത്രയൊക്കെ ആണെങ്കിലും നിങ്ങളത് തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഉത്തരിപ്പ് കടമായിട്ട് അവിടെ കിടക്കും. കടം മേടിച്ചാൽ കടം കൊടുത്താലേ നമ്മുടെ ആ ബാധ്യത തീരുള്ളൂ. നിങ്ങളുടെ ആവശ്യങ്ങൾ അതുകൊണ്ടൊന്നും തീരുന്നില്ല. നമ്മുടെ ആവശ്യങ്ങൾ വീണ്ടും വീണ്ടും കിടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രാക്ക് മേടിച്ച് ജീവിതത്തിൽ നമ്മൾ ആരും വിടരുത്. ഇങ്ങനെ നിങ്ങൾക്ക് കാശ് ഒരു 3 തവണയും കൂടെ എൻ്റെ പേരിൽ നിങ്ങൾ ചോദിച്ചിട്ട് അവർ തന്നില്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യുക. അവരുടെ നാളിപ്പം എല്ലാവരും നാൾ പറഞ്ഞൊന്നും ഇരിക്കേണ്ട. അവരുടെ നാളും ഇതൊന്നും അറിയണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ പേരെഴുതുക. നിങ്ങൾ ആർക്കാണോ കൊടുത്ത ആ കുടുംബാംഗത്തിൻ്റെ എല്ലാത്തിൻ്റെയും പേരൊന്നും എഴുതണ്ട. ആ വ്യക്തിയുടെ പേരെഴുതുക, വീട്ടുപേരെഴുതുക, അവരുടെ സ്ഥലപ്പേരെഴുതുക, ഫോൺ നമ്പർ എഴുതുക. ഇത്രയും എഴുതി വെച്ചിട്ട് ബാക്കിയിലായി ഇത്ര എഴുതുക. ഞാൻ ആ പറഞ്ഞത് മനസ്സിലായല്ലോ. അവരുടെ പേരെഴുതുക, വീട്ടുപേരെഴുതുക, അവരുടെ സ്ഥലപ്പേരെഴുതുക, അവരുടെ ഫോൺ നമ്പർ എഴുതുക. ഇതെഴുതേണ്ടത്
പച്ച മഷി കൊണ്ട് ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് തരാനുള്ള എമൗണ്ട് എത്രയാണോ അതും എഴുതുക. ഇനി സ്വർണ്ണമാണ് ഇത്ര പവൻ്റെ സ്വർണം തരാനുണ്ടെന്ന് എഴുതുക. ഇനി അതല്ല നിങ്ങൾക്ക് വസ്തു വിൽക്കാനാണെങ്കിൽ അതെഴുതുക. ഇനി കല്യാണം നടക്കാനായിട്ടാണെങ്കിൽ കല്യാണം നടക്കാൻ എന്നും പറഞ്ഞ് എഴുതിയിട്ട് ഒരു താലിയുടെ ഒരു ഫോട്ടോ നമ്മൾ വരച്ചു വയ്ക്കുക. കുരിശാണെങ്കിൽ ക്രിസ്ത്യൻസ് ആണ് കുരിശ് വരയ്ക്കുക, മുസ്ലിംസ് ആണ് അവരുടെ രീതിയുടെ താലി വരയ്ക്കുക, ഹിന്ദുക്കൾ അവരുടെ രീതിയുടെ താലി വരയ്ക്കുക. ഇനിയിപ്പം താലി ഒന്നും ഉപയോഗിക്കാത്ത നമ്മൾ ഓരോ സഭക്കാർ ഓരോരുത്തരുണ്ടല്ലോ, അവർ ചുമ്മാ ഒരു മാല മാത്രം ഇങ്ങനെ വരച്ചു വയ്ക്കുക. എന്നുവെച്ചിട്ട് നിങ്ങളൊരു ഡേറ്റ് ഇട്ട് എഴുതുക. ഒന്നെങ്കിൽ 6 മാസത്തിനുള്ളിൽ എനിക്ക് കിട്ടണം, അതല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ കിട്ടണം, അല്ലെ 3 മാസത്തിനുള്ളിൽ കിട്ടണം. ഏറ്റവും കുറഞ്ഞ മാസം 3 മാസം, അല്ലാതെ പോയി 15 ദിവസവും 1 മാസം 2 മാസം എഴുതല്ലേ. 3 മാസം തൊട്ട് മുകളിലോട്ടുള്ളൊരു ഡേറ്റ് നിങ്ങൾ എഴുതുക. എഴുതി വെച്ച് കഴിഞ്ഞ് വെച്ചിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വൈകുന്നേരം കിടക്കാൻ നേരത്ത് ലൈറ്റെല്ലാം ഓഫ് ചെയ്യുക. ഒരു വെട്ടവും വേണ്ട നിങ്ങൾക്ക്, ലൈറ്റെല്ലാം ഓഫ് ചെയ്യുക. ചെയ്തേച്ചും കഴിഞ്ഞ് വെച്ചിട്ട് എന്ന് വെച്ചാൽ ലാമ്പ് കത്തിക്കാമെന്നോ ഒന്നും വിചാരിക്കേണ്ട. ലൈറ്റെല്ലാം ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞതിലും ഒരു വെട്ടവും വേണ്ടെന്ന് പറഞ്ഞതിലും വേറൊരു കാര്യമുണ്ട് പറയാനാണ്. നിങ്ങളൊരു മെഴുകുതിരി മേടിക്കുക, വെള്ള കളറും മെഴുകുതിരി മേടിക്കുക. വേറെ ചന്ദനത്തിരിയും മറ്റു കാര്യങ്ങളൊന്നുമല്ല, തിരി മേടിച്ച് കത്തിക്കുക. നിങ്ങൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് വായും മുഖവും കയ്യും എല്ലാം കഴുകിയിട്ട് നിങ്ങൾ ഈ തിരി കത്തിച്ച് വെച്ചിട്ട് നിങ്ങൾ ഈ പേപ്പറിൽ എഴുതിയേക്കുന്ന കാര്യം നിങ്ങൾ 21 പ്രാവശ്യം വായിക്കുക. വായിച്ചേച്ചും കഴിഞ്ഞ് വെച്ചിട്ട് ഞാൻ ഈ കൊടുത്ത ആൾക്ക് മനസ്സ് തോന്നാനും അവർക്ക് ഈ പൈസ അല്ലെ എൻ്റെ സ്വർണം അല്ലെ ഈ കാര്യം നടക്കാനായിട്ടുള്ള ഇത് അവർക്കും ഒരു സഹായം എൻ്റെ പ്രപഞ്ച ശക്തി ചെയ്തു കൊടുക്കണം എന്നും പറഞ്ഞ് അവർക്കും കൂടെ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇങ്ങനെ 21 ദിവസം പ്രാർത്ഥിച്ചേച്ചും കഴിഞ്ഞിട്ട് ഈ പേപ്പർ ഉണ്ടല്ലോ, നമ്മൾ ഈ എഴുതിയ പേപ്പർ, അതിൻ്റെ അകത്ത് ഒരു 3 രൂപ കോയിന് 1, 2, 3 അല്ലാതെ 2 രൂപയും 1 രൂപയുമായിട്ട് വെക്കരുത്. ഈ 3 രൂപ കോയിനും കൂടെ കൂട്ടി പൊതിയുക. പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇത് കൊണ്ടുപോയി നിങ്ങൾ അമ്പലത്തിലോ പള്ളിയിലോ എവിടെയാണേലും കൊണ്ടുപോയി നമ്മൾ നേർച്ചപ്പെട്ടിയിൽ ഇടുക മാത്രം ചെയ്താൽ മതി കേട്ടോ. ഉറപ്പായിട്ടും അവർക്ക് തോന്നും, തരാനായിട്ടൊരു മനസ്സ് അവർക്ക് തോന്നുകയും ചെയ്യും. അവർക്ക് തരാനായിട്ടൊരു വഴിയും മാർഗവും അവർക്കും തെളിഞ്ഞു കിട്ടും. അതുകൊണ്ട് നമ്മൾ ആരെയും ദ്രോഹിക്കരുത്. പക്ഷേ ഇത് തരാതെ അവർക്കൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകത്തില്ല. അന്ന് വരെ തോന്നാത്ത ചിന്തകളും കാര്യങ്ങളും അവർക്കുണ്ടാകും. അയ്യോ, ഇതെങ്ങനെയെങ്കിലും അവരുടെ കാശുണ്ടാക്കി കൊടുക്കണമല്ലോ, ഞാൻ കാരണമാണല്ലോ അവർക്ക് വീട്ടിലൊരു പ്രശ്നം അല്ലെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായെന്നുള്ളൊരു ധാരണ അവരുടെ മനസ്സിലുണ്ടാകും. അവരത് നിങ്ങൾക്ക് തരാനായിട്ട് നിങ്ങൾ ചെയ്യുന്ന നാൾ തൊട്ട് നിങ്ങളിങ്ങനെ എന്നാണോ, അതായത് ഇത് ചെയ്യേണ്ടത് എന്നാന്ന് ഞാൻ പറഞ്ഞു, 10-ാം ഉദയത്തിൻ്റെ അന്നാണ് ചെയ്യേണ്ടത്. പുണർന്ന നാളിലോ പൂയം നാളിലോ വേണം നിങ്ങളിത് ചെയ്യാനായിട്ട്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പുണർദം നാളിലോ പൂയം നാളിലോ വേണം ചെയ്യാൻ. അതായത് 23ഉം 24ഉമായിട്ട് വരും. ഏപ്രിൽ 24, 23 ഈ ഡേറ്റാണ് ഈ പുണർദം നാളും പൂയം നാളിൻ്റേതും കിടക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് കാലണ്ടറെ നോക്കി ഉറപ്പ് വരുത്തണം ഈ പൂയം നാളും പുണർദം നാളും ഏത് ഡേറ്റിലാണെന്ന്. ഇനി ഞാൻ പറഞ്ഞ ആ ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് പല ചിന്തയും കാര്യങ്ങളും വരുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഡേറ്റ് ഒന്ന് മാറിപ്പോയെങ്കിലോ എന്ന് വിചാരിച്ചാണ് നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. കാരണം ഡേറ്റ് മാറിപ്പോകരുത്, അതിന് വേണ്ടിയിട്ടാണ്. 10-ാം ഉദയം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് 24 അല്ലെ 23. മലയാളമല്ല കേട്ടോ കണക്ക് പറഞ്ഞ്. മലയാളം മാസം പറയുമ്പോൾ ഒന്നെങ്കിൽ മേടം 10-ാം തീയതി അല്ലെ 11-ാം തീയതി. ഇതാണ് മലയാളത്തിൻ്റെ കറക്റ്റ് ഡേറ്റാണ് ഞാനീ പറയുന്നത് കേട്ടോ. എല്ലാവരും മലയാളം ഡേറ്റ് നോക്കാറില്ലല്ലോ, ഇംഗ്ലീഷല്ലേ നോക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ ഡേറ്റ് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ. അതും രാത്രി ഭക്ഷണത്തിന് ശേഷമേ ചെയ്യാവുള്ളൂ. ഈ ഒരൊറ്റ പേപ്പർ മാത്രം മതി എഴുതിയത്. എല്ലാ ദിവസവും ആ പേപ്പർ എടുത്ത് വേണം 21 ദിവസവും നിങ്ങളിങ്ങനെ വായിക്കാനായിട്ട്. എന്നിട്ടത് ഭദ്രമായിട്ട് ആരും എടുത്ത് കളയാത്തിടത്ത് നിങ്ങൾ വെക്കുക. പ്രത്യേകിച്ച് നോയമ്പും കാര്യങ്ങളും ഒന്നുമില്ല, പച്ചമക്ഷി കൊണ്ട് തന്നെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കണം. ഒരൊറ്റ മെഴുകുതിരി മതി. മുറിത്തിരിയാന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ ഡെയിലി തിരി മാറണ്ട. ആ തിരിയുടെ ടോപ്പ് ഇങ്ങനെ കത്രിക വെച്ച് കത്തിച്ച മുറിപ്പാടുണ്ടല്ലോ കരിഞ്ഞിരിക്കുന്നത്, അങ്ങ് കട്ട് ചെയ്ത് ഇച്ചിരി കളഞ്ഞാൽ മാത്രം മതി. എന്നിട്ട് വീണ്ടും അതിൽ നിങ്ങൾക്ക് കത്തിക്കാവുന്നതാണ്. ഇനി അത് നിങ്ങൾക്ക് പോരാ, ഒരു ഇച്ചിരി കൂടെ വിശ്വാസം കൂടുതലിരുന്നോട്ടെ, ഡെയിലി ഓരോ തിരി കത്തിച്ചേക്കാന്ന് വെച്ചാലും ആ ഓരോ തിരി നിങ്ങൾക്ക് ഡെയിലി കത്തിക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇനി എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ടാറ്റ ബൈ ബൈ. ഓക്കേ.